10 രൂപ ഗ്യാസിന് കൂട്ടുമ്പോൾ അത് സന്തോഷിക്കില്ല, അഭിമാനം കൊള്ളുന്നവരാണ് ഇവിടെയുള്ള ഈ പറയുന്ന സംഘഭക്തന്മാർ അല്ലെങ്കിൽ മോദി ഭക്തന്മാർ എന്നൊക്കെ പറയുന്നത്. അഭിമാനിക്കുകയാണ്. എന്റെ ഗവൺമെന്റ് 410 രൂപയുടെ ഗ്യാസിന് 1080 രൂപയാക്കിയല്ലോ, കൈയടിക്കുമെന്ന് പറയുന്ന നിലയിലേക്കാണ്. അതും മറ്റേ വേറൊരു പമ്പര വിഡ്ഢി പറഞ്ഞത് എന്താണ്, അതായത് കൂട്ടിയതിന്റെ കുറച്ചതിന്റെ കുറച്ച് അംശം മാത്രമല്ലേ കൂട്ടുന്നത്. 10 രൂപ നമ്മളുടെ കയ്യിൽ നിന്ന് കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് 10 രൂപ എൻ്റെ കയ്യിൽ നിന്ന് കൊള്ളയടിച്ചു എന്ന് പറയാൻ പേടിക്കുന്ന, അതായത് അങ്ങനെയാണ് പറയുന്നത്, പേടിക്കുന്ന ഒരു സംഭവം, പേടിക്കുന്ന ഒരു സമൂഹത്തെ ശരിക്കും സംഘപരിവാറുകാർക്ക് മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ അടുപ്പ് കത്തിച്ചോളൂ ഗ്യാസിന് പകരം എന്ന് പറയുന്ന ആളുകളാണ്. അപ്പോൾ അവരൊക്കെ താഴേക്കിടയിലേക്ക് 1980 പോകാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. അദ്ദേഹം വന്നതിൽ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം വന്നതിൽ പിന്നെ ഒരുപാട് വികസനം ഉണ്ടായിട്ടുണ്ട്. പാവപ്പെട്ടവനെ നല്ലവണ്ണം തിരിഞ്ഞു നോക്കുന്ന രീതിയിലേക്കുണ്ട്. അത് ഈ BJP സർക്കാരിന് കഴിയാത്തൊരു കാര്യമാണ്. കാര്യം പാവപ്പെട്ടവനെ എങ്ങനെ കൊള്ളയടിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് BJPയുടെ പല നേതാക്കന്മാരും. കാര്യം അതിന് ചെറിയൊരു ഉദാഹരണം പറയാം, തെറി പറയേണ്ട സംഘപരിവാറുകാരെ. ചെറിയൊരു ഉദാഹരണം പറയാം. അതായത് ഗ്യാസിൻ്റെ വില തന്നെ നോക്കിയാൽ 367 രൂപയുള്ള ഗ്യാസ് 1180 എത്തിച്ച ഒരു സർക്കാരിനെ വീണ്ടും വീണ്ടും വരണം എന്ന് പറയുന്ന സംഘപരിവാറിനെ പോലെ ബുദ്ധിയില്ലാത്ത ആളുകളെ ഞാൻ ആദ്യമായിട്ട് കാണും. അതായത് അതുപോലെ തന്നെ അദ്ദേഹത്തെ കരിവാരി തേക്കുകയാണ്, അദ്ദേഹത്തെ ഒതുക്കുകയാണ് എന്നുള്ളൊരു പിക്ചർ ഡൽഹിയിലെ ജനങ്ങളുടെ മുന്നിൽ നല്ലോണം ഉണ്ട്. കാര്യം അതുകൊണ്ടാണ് അദ്ദേഹം തുടർച്ചയായി അവിടെ കൂടുതൽ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ പിന്നെ വീണ്ടും വരുന്നത്. അത് അപകടമാണ് എന്ന് കണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒതുക്കിയത്. ഈ BJP സർക്കാർ ശരിക്കും എന്താണ് പറയാ, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുകയാണെങ്കിൽ ശരിക്കും ഇത്തരം രീതിയിലേക്ക് പണം കൊടുത്ത് ഒതുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു തട്ടിപ്പല്ലേ ശരിക്കും. അത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സാധനം തന്നെ എന്തൊരു കൊള്ളയാന്ന് മനസ്സിലാക്കണം. ജനങ്ങൾ ശരിക്കും അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. രാഹുൽ ഗാന്ധിയെ പുറത്താക്കിയതിൽ നിന്ന് BJPക്ക് 8ന്റെ പണി തന്നെയാണ് കിട്ടിയത്. കാര്യം അദ്ദേഹം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു. അതേപോലത്തെ ഒരു അടിയായിരിക്കും കേജ്രിവാൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ BJP കിട്ടുന്നത് 8ന്റെ പണിയായിരിക്കും. കാര്യം ഡൽഹിയിൽ ഒരു സീറ്റ് പോലും അവർക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ ആ രീതിയിൽ കാര്യം നമസ്കാരം. കേജ്രിവാളിനെ ഉള്ളിലാക്കിയത് വല്ലാത്ത പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പൊതുവിലെ ഒരു അഭിപ്രായം. കാര്യം ഭരണവും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ എന്തും ആവാം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചിന്തയാണ് ജനങ്ങളുടെ മനസ്സിൽ ഇന്ന് BJPയെ കുറിച്ചുള്ളത് എന്നുള്ളതാണ് വാസ്തവം. കാര്യം ഭരണത്തിൻ്റെ മറവിൽ പല രീതിയിലേക്കും ഒതുക്കുക, അതായത് ED എന്നുള്ളൊരു സംഭവം ശരിക്കും പഴയ കാലത്ത് ഒരു വിലയുണ്ടായിരുന്നു. ശരിക്കും ED എന്നുള്ള സംഭവം ഇപ്പോൾ പൊളിറ്റിക്കൽ ലെവലിന് വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലേക്കൊക്കെ ജനങ്ങൾക്ക് പച്ചയായ സത്യം ആയിട്ട് മാറിയിരിക്കുകയാണ്. കാര്യം എത്രത്തോളം രീതിയിലേക്ക് അടിച്ചമർത്തുന്നോ അത്രത്തോളം രീതിയിലേക്ക് പ്രതികരണം ഉയരും എന്നുള്ളതിന് സാധ്യത വളരെയധികം കൂടുതലാണ്. കേജ്രിവാളിനെ ശരിക്കും ഉള്ളിലിട്ടത് വിനോദ കാഴ്ചപ്പാടിൽ എന്തായിരിക്കും ശരിക്കും? അല്ല, 2 വർഷത്തോളമായി ഡൽഹി രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു കേസാണ് മദ്യനയവുമായി ബന്ധപ്പെട്ട കേസ്. അവിടെ ഗവൺമെൻറ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മദ്യ വിൽപ്പനശാലകൾക്ക് പകരം സ്വകാര്യ മേഖലയിൽ ധാരാളം ഔട്ട്ലെറ്റുകൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് അതിനാവശ്യമായ ഒരു നയം ഡൽഹി സർക്കാർ അവലംബിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഏതാണ്ട് 1000-ഓളം ഔട്ട്ലെറ്റുകളായി വർദ്ധിക്കുകയും ഒക്കെ ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു വിഷയം ഉയർന്നു വരുന്നത്, മദ്യനയവുമായി ബന്ധപ്പെട്ട കേസ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ കഴിഞ്ഞ മാർച്ച് മാസം അറസ്റ്റ് ചെയ്തത്. 2 വർഷത്തോളമായി ആ കേസ് നടക്കുന്നു. അതാണ് സുപ്രീം കോടതി ചോദിച്ചത്, 2 വർഷത്തോളമായ കേസിൽ ഈ ഘട്ടത്തിലാണോ അറസ്റ്റ് നടത്തുന്നത് എന്നൊക്കെ EDയോട് സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്. ആ കേസിൻ്റെ ഭാഗമായിട്ട് മനീഷ് സിസോദിയ ഉപമുഖ്യമന്ത്രി ഓൾറെഡി ജയിലിലാണ്. സഞ്ജയ് സിംഗ് AAPയുടെ ഒരു MP, അദ്ദേഹം ജയിലിലായിരുന്നു. അദ്ദേഹം സമീപകാലത്ത് ജാമ്യം ലഭിച്ച് പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹമൊക്കെ ശരിക്കും വല്ലാത്ത രീതിയിലേക്ക് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിരുന്നു എന്ന് വേണം പറയാൻ. കേന്ദ്രത്തിന്റെ ശക്തനായ വിമർശകനാണ് സഞ്ജയ് സിംഗ്. ഒക്കെ അദ്ദേഹത്തെ പിടിച്ച് ഉള്ളിലാക്കിയതിന് തക്കതായ കാരണം ശരിക്കും പൊളിറ്റിക്കൽ ലെവലിലേക്ക് ജാമാക്കുക എന്നുള്ള കാര്യം മാത്രമാണെന്നുള്ളത് പബ്ലിക്കായിട്ട്. അതായത് ഡൽഹിയിലുള്ള ഒരാൾ, ഇതിൽ ഇടയ്ക്കെടുത്ത് പറയേണ്ട ഒരു വിഷയമുണ്ട്. ഡൽഹിയിലുള്ള ഒരു സുഹൃത്തുമായി ഞാൻ സംസാരിച്ചപ്പം അവിടെയുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ കേജ്രിവാളിന് വലിയൊരു മൈനസ് പോയിന്റ് ഒന്നും ഇല്ലാത്തൊരു രീതിയിലേക്കുണ്ട്. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി കുറേ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ അദ്ദേഹത്തെ കരിവാരി തേക്കുകയാണ്, അദ്ദേഹത്തെ ഒതുക്കുകയാണ് എന്നുള്ളൊരു പിക്ചർ ഡൽഹിയിലെ ജനങ്ങളുടെ മുന്നിൽ നല്ലോണം ഉണ്ട്. കാര്യം അദ്ദേഹം വന്നതിൽ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹം വന്നതിൽ പിന്നെ ഒരുപാട് വികസനം ഉണ്ടായിട്ടുണ്ട്, പാവപ്പെട്ടവനെ നല്ലോണം തിരിഞ്ഞു നോക്കുന്ന രീതിയിലേക്കുണ്ട്. അത് ഈ BJP സർക്കാരിന് കഴിയാത്തൊരു കാര്യമാണ്. കാര്യം പാവപ്പെട്ടവനെ എങ്ങനെ കൊള്ളയടിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് BJPൻ്റെ പല നേതാക്കന്മാരും. കാര്യം അതിന് ചെറിയൊരു ഉദാഹരണം പറയാം, തെറി പറയേണ്ട സംഘപരിവാറുകാരെ, ചെറിയൊരു ഉദാഹരണം പറയാം. അതായത് ഗ്യാസിൻ്റെ വില തന്നെ നോക്കിയാൽ 367 രൂപയുള്ള ഗ്യാസ് 1180 എത്തിച്ച ഒരു സർക്കാരിനെ വീണ്ടും വീണ്ടും വരണം എന്ന് പറയുന്ന സംഘപരിവാറിനെ പോലെ ബുദ്ധിയില്ലാത്ത ആളുകളെ ഞാൻ ആദ്യമായിട്ട് കാണും. അതായത് 10 രൂപ നമ്മളുടെ കയ്യിൽ നിന്ന് കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് 10 രൂപ എൻ്റെ കയ്യിൽ നിന്ന് കൊള്ളയടിച്ചു എന്ന് പറയാൻ പേടിക്കുന്ന, അതായത് അങ്ങനെയാണ് പറയുന്നത്, പേടിക്കുന്ന ഒരു സംഭവം, പേടിക്കുന്ന ഒരു സമൂഹത്തെ ശരിക്കും സംഘപരിവാറുകാർക്ക് മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ അടുപ്പ് കത്തിച്ചോളൂ ഗ്യാസിന് പകരം എന്ന് പറയുന്ന ആളുകളാണ്. അപ്പോൾ അവരൊക്കെ താഴേക്കിടയിലേക്ക് 1980 പോകാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. എത്ര വിലവർദ്ധനയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പറയും, നിങ്ങൾ എന്തിനാണ് ഗ്യാസ് ഉപയോഗിക്കുന്നത്, അടുപ്പ് കത്തിച്ചൂടെ, എന്താണ് ഇവർക്ക് ബുദ്ധി നശിക്കുകയാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ പറയാം, ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതിൻ്റെ പേരിൽ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ച പൊളിറ്റിക്സ് തന്നെ അതാണല്ലോ, ക്ഷേമ രാഷ്ട്രീയം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വെൽഫെയർ പൊളിറ്റിക്സ് മുന്നോട്ട് വെച്ച് അധികാരത്തിൽ വന്ന അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ബാബു പറഞ്ഞതുപോലെ ഒട്ടേറെ ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കിയതിൻ്റെ ഒരു അംഗീകാരം ജനങ്ങളുടെ ഇടയിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തുടർച്ചയായി അവിടെ കൂടുതൽ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ പിന്നെ വീണ്ടും വരുന്നത്. അത് അപകടമാണ് എന്ന് കണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒതുക്കിയത്. അല്ല, അത് ഒക്കെ BJP സഹിച്ചു. അവിടുത്തെ ഗവർണർ ഉപയോഗിച്ചുകൊണ്ടൊക്കെ പൂട്ടി, അങ്ങനെ ഒക്കെ അവരങ്ങനെ സഹിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ ആ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്ത്യ സഖ്യം രൂപപ്പെട്ടു വരുന്നത്. അവിടെയാണ് ഇതിൻ്റെ ഗെയിം ചേഞ്ചർ സംഭവിക്കുന്നത്. ഇന്ത്യ സഖ്യത്തോടൊപ്പം കോൺഗ്രസിനോടൊപ്പം അരവിന്ദ് കെജ്രിവാൾ AAP ചേർന്ന് നിൽക്കില്ല എന്ന ഒരു തോന്നലായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ BJPക്കെതിരായി രൂപപ്പെട്ടു വന്ന ഇന്ത്യ സഖ്യത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള AAP പങ്കെടുക്കുകയും അതിൻ്റെ സീറ്റ് ഷെയറിങ്ങിലേക്ക് വന്നപ്പോൾ പോലും BJPക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം BJPയും AAPയും കോൺഗ്രസും മുഖാമുഖം നിൽക്കുന്ന സ്ഥലമാണ് ഡൽഹി. അവിടെ കോൺഗ്രസിനെ തറപറ്റിച്ചുകൊണ്ടാണ് AAP അധികാരത്തിലേക്ക് വന്നത്. അങ്ങനെയുള്ള കോൺഗ്രസുമായി AAPക്ക് ഒരു സഖ്യമുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള നിലയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുവരെ ഉണ്ടായിരുന്നത് അതായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാം ഒരൊറ്റ വളരെ വേഗത്തിൽ, എനിക്ക് തോന്നുന്നു ഇന്ത്യ മുന്നണിയിലെ ഏതെങ്കിലും ഘടകകക്ഷിയുമായിട്ടുള്ള ഒരു സീറ്റ് ഷെയറിംഗ് പ്രോസസ്സ് വളരെ എളുപ്പത്തിൽ നടന്നത് എനിക്ക് തോന്നുന്നു AAPയുമായിട്ടുള്ളതാണ് എന്ന് തോന്നുന്നു. അതിൽ പഞ്ചാബ് ഒരു എക്സെപ്ഷനാണ്, കാരണം അവർ പരസ്പരം ഏറ്റുമുട്ടുന്നു. എന്നാൽ പോലും ഇന്ത്യ സഖ്യത്തിന്റെ മാനദണ്ഡം അതാണല്ലോ മുന്നോട്ട് വെച്ചത്. അല്ല, അവർ ആദ്യം ഒന്ന് മാറി നിന്നെങ്കിൽ പോലും അവരുടെ ഒരു കാഴ്ചപ്പാട് ശരിയായിരുന്നു എന്ന് വേണം പറയാൻ. കാര്യം ആദ്യം ഒന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചായിരുന്നു. ഇന്ത്യ സഖ്യം പറഞ്ഞത് എന്താണ്, പരസ്പരം ഏറ്റുമുട്ടിയാലും BJP അധികാരത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ സീറ്റ് സ്കോർ ചെയ്യില്ല എന്ന സംസ്ഥാനങ്ങളിൽ, ഇപ്പൊ കേരളത്തിലും ഇന്ത്യ സഖ്യത്തിന് കക്ഷികൾ പരസ്പരം മത്സരിക്കുന്ന ന്യായം അതാണ്. അതേ ന്യായമാണ് പഞ്ചാബിലുള്ളത്. പക്ഷെ ഡൽഹിയിൽ ഇവർ പരസ്പരം ഏറ്റുമുട്ടിയാൽ BJP കഴിഞ്ഞ തവണത്തേതുപോലെ 7 സീറ്റിലും ജയിച്ചു വരും എന്നുള്ളത് കൊണ്ട് അവർ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് ഡൽഹിയിൽ ഇങ്ങനെ പോയാൽ പറ്റില്ല, 7 സീറ്റും നഷ്ടപ്പെടാവുന്ന സാഹചര്യമാണ് മുന്നിലുള്ളത്. അത് മാത്രവുമല്ല, അരവിന്ദ് കെജ്രിവാളിൻ്റെ കഴിഞ്ഞ കാലത്തെ AAPയുടെ പിന്നെ ഒരു വളർച്ചയുണ്ട്. ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിലേക്ക് അത് വളരുകയും ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ സാന്നിധ്യം അറിയിക്കുകയും ഹരിയാനയിൽ രാഷ്ട്രീയമായി വളർന്നു വരികയും ചെയ്യുന്ന, അങ്ങനെ തുടങ്ങി മറ്റ് സംസ്ഥാനങ്ങളിൽ 2 അധികാരത്തിലുള്ള സംസ്ഥാനങ്ങൾ കൂടാതെ കൂടുതൽ സംസ്ഥാനങ്ങളിൽ വേരോട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന നിലയിലേക്ക് AAP മാറുന്നത് BJP കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വടക്കേ ഇന്ത്യയിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ BJPയുടെ സാധ്യതകൾക്ക് വലിയ തോതിൽ മങ്ങലേൽക്കും, പണി കൊടുക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് BJP എന്ത് ചെയ്യുന്നത്, അരവിന്ദ് കെജ്രിവാളിന് ഈ വിഷയത്തിലേക്ക് പൂട്ടുന്നത് 2 കൊല്ലത്തിന് ശേഷമാണ്. ആ കേസ് ഒരു പക്ഷേ അതിൻ്റെ പ്രോസസ്സിൽ നടക്കട്ടെ. ഇപ്പോൾ കേസ് ഉണ്ടാകുമ്പോൾ ആ കേസിൽ ആരും പ്രതി ചേർക്കപ്പെടാൻ പാടില്ല, അതിൽ കുറ്റവാളികളാവാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷേ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനെടുത്ത സമയത്തിൻ്റെ ഒരു അസ്വാഭാവികതയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഇന്ത്യയിലാണ് ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷിയുടെ കമാൻഡറായിട്ടുള്ള, അതിൻ്റെ അധിപനായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. അവിടെയാണ് അതിൻ്റെ പ്രശ്നമുള്ളത്. അതെങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്? ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട അരബിന്ദോ ഫാർമയുടെ ഉടമയായ ശരത്ചന്ദ്ര റെഡ്ഡിയെ മാപ്പുസാക്ഷിയാക്കിയാണ്. പ്രതിയാണ് അയാൾ. എങ്ങനെയാണ് മാപ്പുസാക്ഷിയാക്കുന്നത്? അതിലും ഒരു അടിസ്ഥാനമുണ്ട്, ഒരു കാരണമുണ്ട്.
ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞ് നിയമമുണ്ടല്ലോ. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അരബിന്ദോ ഫാർമയുടെ ഉടമ ശരത്ചന്ദ്ര റെഡ്ഡി 59.5 കോടി രൂപ BJPക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് അവരുടെ അക്കൗണ്ടിലേക്ക്. 59.5 കോടി രൂപ ശരത്ചന്ദ്ര റെഡ്ഡി കൊടുക്കുന്നതോടുകൂടി അയാൾ പ്രതിസ്ഥാനത്ത് നിന്ന് മാപ്പ് സാക്ഷിയായി മാറുകയാണ്. എന്തൊരു കഷ്ടം എന്ന് ആലോചിച്ച് നോക്കുക. കാര്യം അതായത് നമ്മൾ എപ്പോഴും എടുത്തു പറയേണ്ട വിഷയം ജനാധിപത്യം എന്നൊന്നുണ്ട് അല്ലേ. ഈ BJP സർക്കാർ ശരിക്കും എന്താണ് പറയാ, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുകയാണെങ്കിൽ ശരിക്കും ഇത്തരം രീതിയിലേക്ക് പണം കൊടുത്ത് ഒതുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു തട്ടിപ്പല്ലേ ശരിക്കും. അത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സാധനം തന്നെ എന്തൊരു കൊള്ളയാന്ന് മനസ്സിലാക്കണം. ജനങ്ങൾ ശരിക്കും അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. നേരത്തെ ബാബു പറഞ്ഞല്ലോ 10 രൂപ ഗ്യാസിന് കൂട്ടുമ്പോൾ അത് സന്തോഷിക്കില്ല, അഭിമാനം കൊള്ളുന്നവരാണ് ഇവിടെയുള്ള ഈ പറയുന്ന സംഘഭക്തന്മാർ അല്ലെങ്കിൽ മോദി ഭക്തന്മാർ എന്നൊക്കെ പറയുന്നത്. അഭിമാനിക്കുകയാണ്. എന്താണ് എന്റെ ഗവൺമെന്റ് 410 രൂപയുടെ ഗ്യാസിന് 1080 രൂപയാക്കിയല്ലോ, കൈയടിക്കുമെന്ന് പറയുന്ന നിലയിലേക്കാണ്. അതും മറ്റേ വേറൊരു പമ്പര വിഡ്ഢി പറഞ്ഞത് എന്താണ്, അതായത് കൂട്ടിയതിന്റെ കുറച്ചതിന്റെ കുറച്ച് അംശം മാത്രമല്ലേ കൂട്ടുന്നത്. എത്ര അഭിമാനത്തോടു കൂടിയാ പറയുന്നത്. അതേ ഞാൻ പറയുന്നത് നിയമവാഴ്ചയുള്ള രാജ്യത്താണ് ഇത് നടക്കുന്നത്. 0.5% ആണ് കൺവിക്ഷൻ റേറ്റ് EDയുടെ. എന്ത് വിലയാണ് അതിനുള്ളത്? ഈ പറയുന്ന BJP ഗവൺമെന്റിന്റെ വേട്ടപ്പട്ടികൾ എന്നല്ലാതെ അതിന് വളരെ ലളിതമായി മറ്റൊരു വാക്ക് പ്രയോഗിക്കാൻ കഴിയില്ല. ED എന്ന് പറയുന്ന രാജ്യത്തെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു ഏജൻസി, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏജൻസി, ഇത്തരത്തിൽ ഈ പറയുന്ന തെരുവ് ഗുണ്ടകളെ പോലെ പ്രവർത്തിക്കുന്ന, അടിയാളുകളെ പോലെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം തരം താഴ്ന്ന ഇന്ത്യയിൽ ഉണ്ടായത് BJPയുടെ ഗവൺമെന്റിന്റെ കാലത്താണ്. ഏജൻസികളെയൊക്കെ ഭരണകൂടങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ഇത്രയേറെ ഉപയോഗിക്കില്ല. അങ്ങനെയുണ്ടല്ലോ, ഇത്രയും അങ്ങോട്ട് പോകാൻ പറ്റുമോ? അങ്ങനെ 59.5 കോടി രൂപ കൈപ്പറ്റിയ ഇയാളെ കൊണ്ട് മാപ്പ് സാക്ഷിയാക്കി ഒരു വരി അരവിന്ദ് കെജ്രിവാൾ എന്ന പേര് അയാളുടെ മൊഴിയിലൂടെയാണ് ആദ്യം പുറത്തു വരുന്നത്. 2 കൊല്ലമായ കേസാണ്. അയാളുടെ മൊഴിയിലൂടെ പുറത്തു. അതാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ്. അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, അതൊക്കെ അല്ല, നമ്മൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുപ്രീം കോടതി ഇപ്പം പരിഗണിക്കുന്ന ജാമ്യം ആരപേക്ഷിച്ചതാണ്? ആരും അപേക്ഷിച്ചിട്ടില്ല. അവിടെയാണ് അതില് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ഫൈറ്റിന്റെ സ്വഭാവം നൽകുന്നത്. അദ്ദേഹം പറഞ്ഞു എനിക്ക് ജാമ്യമൊന്നും വേണ്ട, നിങ്ങൾ എന്താ ജാമ്യം എടുക്കാതെ, എനിക്ക് ജാമ്യം വേണ്ട, ഈ കേസ് തള്ളണമെന്ന എൻ്റെ ആവശ്യം. ഇതാണ് കോടതിയോട് അദ്ദേഹത്തിന്റെ പ്രയർ അതാണ്. കോടതി ചോദിക്കുന്നു കേസ് തള്ളുന്നതിന് കാരണം നടപടിക്രമങ്ങളുണ്ട്, അതിന് ഇടയ്ക്ക് ഇദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം കൊടുക്കരുതോ എന്ന് കോടതി ഇങ്ങോട്ട് ചോദിക്കുകയാണ്. ഇതിപ്പോ ഈ ജാമ്യം കിട്ടുവാണെങ്കിൽ BJP കേൾക്കുന്ന രണ്ടാമത് അടിയായിരിക്കും. കാര്യം രാഹുൽ ഗാന്ധിയെ ഒന്ന് പുറത്താക്കിയില്ലേ, അതൊരു അടി കിട്ടിയതാ. ശരിക്കും രാഹുൽ ഗാന്ധിയെ പുറത്താക്കിയതിൽ നിന്ന് BJPക്ക് 8ന്റെ പണി തന്നെയാണ് കിട്ടിയത്. കാര്യം അദ്ദേഹം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു. അതേപോലത്തെ ഒരു അടിയായിരിക്കും കേജ്രിവാൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ BJP കിട്ടുന്നത് 8ന്റെ പണിയായിരിക്കും. കാര്യം ഡൽഹിയിൽ ഒരു സീറ്റ് പോലും അവർക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ കാര്യം കേജ്രിവാളിനെ മനഃപൂർവ്വം വേട്ടയാടുകയാണ് എന്നുള്ളൊരു പിക്ചർ ശരിക്കും ഡൽഹിക്കാർക്കുണ്ട്. അപ്പം മാത്രമല്ല പൊതുവെ അപ്പോൾ എന്തായാലും ശരിക്കും കേജ്രിവാൾ പുറത്തിറങ്ങിയാൽ, ജാമ്യം കൊണ്ടെങ്കിലും പുറത്തിറങ്ങിയാൽ അദ്ദേഹം വിജയിച്ചു എന്ന് വേണം പറയാൻ അല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, സുപ്രീം കോടതി ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. ഈസ് എ ലീഡർ ഓഫ് എ നാഷണൽ പാർട്ടി. അതാണല്ലോ അദ്ദേഹം. ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കല്ല, മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഫയലിൽ ഒപ്പിടാൻ പാടില്ല. പക്ഷേ ഒരു ദേശീയ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവിന്, അതിൻ്റെ ഏറ്റവും സുപ്രീമോ ആയിട്ടുള്ള നേതാവിന് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച കാലയളവിൽ പിടിച്ച് ജയിലിലിടുക എന്ന് പറഞ്ഞാൽ ഇത് ഏത് രാജ്യമാണ്? ഇന്ത്യ എങ്ങനെയാണ് ജനാധിപത്യ രാജ്യമെന്ന് പുറംലോകത്ത് നമുക്ക് പറയാൻ കഴിയുക? ആ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ടല്ലോ. ഒരു മത്സരം നടക്കുമ്പോൾ ഇരുഭാഗത്ത് അണിനിരക്കുന്ന മത്സരാർത്ഥികൾക്ക് തുല്യമായ നിയമങ്ങളും അവകാശങ്ങളും കൊടുക്കുന്നതാണല്ലോ ഒരു മത്സരത്തിൻ്റെ നിയമവും സ്വഭാവവും. അതാണല്ലോ ഇലക്ഷനെ മഹത്തരമാക്കുന്നത്. ആ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഇല്ലാതാക്കുകയും ഒരു കക്ഷിയെ കൈകാലുകളൊക്കെ ബന്ധിച്ചോടാൻ പറയുന്നത് പോലെയല്ലേ ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികളെ ഈ പറയുന്ന BJP ശ്രമം നടത്തിയത്? കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക. രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി ഇതേപോലെ കൂട്ടാൻ വേണ്ടി 5 ദിവസം 56 മണിക്കൂറാണ് ചോദ്യം ചെയ്തത് ഇതേ ED. ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വയ്യാത്ത സോണിയാഗാന്ധിയെയും ഇതേപോലെ ചോദ്യം ചെയ്തു, കഴിഞ്ഞില്ല. ഒടുവിൽ ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ MP സ്ഥാനത്തേക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുക. ആ കേസിൽ കൊടുക്കാവുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് 2 കൊല്ലം കൊടുക്കുകയാണ് അദ്ദേഹത്തിന് MP സ്ഥാനം തട്ടുന്നതിന് വേണ്ടി. സുപ്രീം കോടതി അല്പമെങ്കിലും ഈ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട് എന്നത് വളരെ ശുഭോദർക്കമായ കാര്യമാണ്. അത് താനേ വരുന്നതല്ല എന്നുകൂടി മനസ്സിലാക്കണം ശ്രീ ബാബു.
ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വഭാവത്തിന് വരുന്ന മാറ്റത്തെ കോടതിയും കാണാതിരിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് 2-3 ഘട്ടങ്ങളിലൂടെ പുരോഗമിക്കുമ്പോൾ BJP അവരുടെ എല്ലാ മുദ്രാവാക്യങ്ങളും അവകാശവാദങ്ങളും ചുരുട്ടിക്കെട്ടിയിരിക്കുന്നു. ആ BJP ഇപ്പോൾ കേവല ഭൂരിപക്ഷത്തിൽ പോലും എത്തില്ല എന്ന നിലയിലേക്ക് പല മാധ്യമങ്ങളും പല രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഒരു സ്വഭാവം, അതിൻ്റെ ഒരു പ്രതിഫലനം കോടതിയിലും കാണുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന ജാമ്യം നൽകുന്നതിനാവശ്യമായ നടപടികൾ കോടതി തന്നെ മുൻകൈയെടുത്ത് നടപ്പാക്കുന്നതിലൂടെ അതാണ് കോടതി പ്രതിനിധീകരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും കേജ്രിവാൾ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ കോടതി എന്തോ പറഞ്ഞിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ കഴിയില്ല, പക്ഷെ ഒരു പാർട്ടിയുടെ വക്താവായിട്ടിരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അത് തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക. ശരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തിന് അപ്പുറത്തേക്ക് ഇത്തവണയും ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യ എന്ന സഖ്യത്തിന്റെ കൂടെ നിന്ന് അദ്ദേഹം പ്രവർത്തിക്കുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം. കാരണം പരസ്പരം ഏറ്റുമുട്ടലുകളൊക്കെ മുൻപ് നടന്നിട്ടുണ്ടെങ്കിൽ പോലും കേജ്രിവാളിനെ ഇത്ര തളച്ചിടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. ശരിക്കും അദ്ദേഹത്തെ തളച്ചിടുന്നത് ശരിക്കും 100% പ്രതികാരം കൊടുക്കും. BJPക്ക് എന്തായാലും ഒരു തിരിച്ചടി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. രക്തസാക്ഷി പരിവേഷമാണ് ഇപ്പൊ ഉള്ളതെങ്കിലും അദ്ദേഹം തിരിച്ചൊരു മറുപടി കൊടുക്കും എന്നുള്ളത് അദ്ദേഹത്തിന്റെ കൂടെ. അദ്ദേഹം ചിലപ്പം വിചാരിക്കണ്ടാവും എനിക്ക് എന്തായാലും ഒരു പണി കിട്ടും എന്നുള്ള കണ്ടീഷനിൽ തന്നെ ആയിരിക്കും ഇന്ത്യ സഖ്യത്തിന് കൂടി ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നേരിടാൻ അദ്ദേഹം തയ്യാറാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ എന്തായാലും കേജ്രിവാൾ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ശരിക്കും BJPക്ക് നാണക്കേട് തന്നെയാവും. അതായത് പല സ്ഥലങ്ങളിലും BJPക്ക് വലിയ രീതിയിലേക്കുള്ള പോയിന്റ് കൂടി. ഹരിയാന AAPയെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തി പ്രാപിച്ച അദ്ദേഹത്തിന്റെ ഒറിജിനാണ്. അദ്ദേഹം ഹരിയാനക്കാരനാണ്, അരവിന്ദ് കെജ്രിവാൾ. ആ ഹരിയാനയിൽ AAP സ്വാധീനം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഓൾറെഡി ഹരിയാനയിലെ ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായിട്ട് വീണ് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടല്ല, അതിന് മുന്നോടിയായി തന്നെ വീണ് കഴിഞ്ഞു. അതിന് പിന്തുണ കൊടുക്കുന്ന സ്വതന്ത്രന്മാർ പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞു. അവർക്ക് നേരത്തെ ഒപ്പമുണ്ടായിരുന്ന JJP എന്ന് പറയുന്ന കക്ഷി അവരുടെ പിന്തുണ പിൻവലിച്ചു. കോൺഗ്രസിന് പിന്തുണ കൊടുക്കാൻ പോകുന്നു. അവിടെ 10 സീറ്റുണ്ട്. ആ 10 സീറ്റിൽ ഒറ്റ സീറ്റും BJPക്കോ NDAക്കോ കിട്ടാത്ത സാഹചര്യം ഇപ്പോൾ തന്നെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. അതിന് സഹായകമായ നിലയിൽ അവിടെ ഉയർന്നു വന്ന കർഷക പ്രക്ഷോഭവും അതിന് എരുതിയിൽ എണ്ണയൊഴിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. തീർച്ചയായും രാജ്യം ജനാധിപത്യത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം തന്നെ കുറച്ച് ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇന്ത്യയുടെ അവസ്ഥ പോലും കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകളാണ്. അപ്പോൾ കുറേ ആളുകൾ നിന്ന് തെറി പറയുന്ന ആളുകൾ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കുക അല്ലേ? നമ്മുടെ കമന്റിലെ പേരിലൊക്കെ അല്ലേ അച്ഛനും അമ്മമാർക്ക് വിളിക്കുന്ന ആളുണ്ട്. അവരുടെയൊക്കെ താൽക്കാലികം ശരിക്കും ഞാനൊക്കെ ആലോചിക്കുകയാണ്, ഇവരൊക്കെ ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ ഇവർക്കൊന്നും അച്ഛനും അമ്മ ഇല്ലേ എന്ന് ആലോചിക്കും. നമുക്ക് തിരിച്ചു പറയാൻ കഴിയാനില്ല. പക്ഷേ അത്തരം സംസ്കാരത്തിലല്ല നമ്മളൊക്കെ ജീവിക്കുന്നത്. തെറി പറയുന്ന ആളുകൾക്ക് തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. കേജ്രിവാൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ 100% BJPക്ക് പണി തന്നെ കിട്ടും. നന്ദി, നമസ്കാരം.